ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ് പോർഷനായ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അസെൻഡിങ് ഓർഡർ എന്താണ്, ഡിസെൻഡിങ് ഓർഡർ എന്താണ് എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ മലയാളത്തിൽ അസെൻഡിങ് ഓർഡറിനെയും ഡിസെൻഡിങ് ഓർഡറിനെയും പറയുന്ന പേരെന്താണ്? ആരോഹണക്രമം അല്ലെങ്കിൽ അവരോഹണക്രമം എന്നാണ് പറയുക. ആരോഹണക്രമം എന്ന് അസെൻഡിങ് ഓർഡറിനെയും അവരോഹണക്രമം എന്ന് ഡിസെൻഡിങ് ഓർഡറിനെയും പറയും. അപ്പം നമുക്ക് അസെൻഡിങ് ഓർഡർ എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷനിലൂടെ പഠിച്ചാലോ? നോക്കൂ, അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ ഈസ് എ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് നമ്പേഴ്സ് ഫ്രം സ്മാളസ്റ്റ് വാല്യൂ ടു ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ചെറിയ വാല്യൂവിൽ നിന്നും, അതായത് ചെറിയ നമ്പറിൽ തുടങ്ങി വലിയ നമ്പറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസെൻഡിങ് ഓർഡർ ഈസ് ഓൾസോ സംടൈംസ് നെയിംഡ് ആസ് ഇൻക്രീസിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിനെ നമുക്ക് മറ്റൊരു പേരിലും വിളിക്കുക. എന്താണ്? ഇൻക്രീസിങ് ഓർഡർ. എന്തുകൊണ്ടാണ് ഈ ഇൻക്രീസിങ് ഓർഡർ എന്ന് വിളിച്ചത്? നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ചെറുതിൽ നിന്നും വലുതിലേക്ക് അല്ലേ? അപ്പം അങ്ങനെ കൂടി കൂടി വരികയാണ്, ചെറുതിൽ നിന്നും വലുതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അസെൻഡിങ് ഓർഡറിനെ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അസെൻഡിങ് ഓർഡർ, നമ്മൾ നോർമലി അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ നമ്മൾ കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനുണ്ട്. എങ്കിൽ പോലും അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? ലെസ് ദാൻ സിമ്പിളാണ്. കണ്ടോ? ദ ലെസ് ദാൻ സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഇൻക്രീസിങ് നമ്പർ. അതായത് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഏത് സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാം? ലെസ് ദാൻ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് എഴുതുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഒരു 1 ഡിജിറ്റ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ. 1 2 3 4 5 6 7 and 8 കണ്ടില്ലേ? അപ്പം നോക്കിയേ, ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 1. അതിൽ കൂടിയ നമ്പറാണ് 2. അതിൽ നിന്നും കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് 3. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിട്ട് വരുന്നത് കണ്ടോ? 1ൽ നിന്നും നമ്മൾ 8ലേക്കാണ്. അപ്പോൾ ഇത് ഏത് ഓർഡറാണ്? ഒരു ഇൻക്രീസിങ് ഓർഡറാണ്. ചെറുതിൽ നിന്നും നമ്മൾ വലുതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ചിങ് ദ നമ്പേഴ്സ് ഫ്രം സ്മാളസ്റ്റ് ടു ബിഗസ്റ്റ് എന്ന് പറയാം. ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയുക. ഓക്കെ, അപ്പം അതിൻ്റെ നേരെ റിവേഴ്സാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അവരോഹണ ക്രമം എന്ന് നമ്മൾ മലയാളത്തിലും പറയട്ടോ. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൻ്റെ ഡെഫിനിഷൻ നോക്കിയാലോ? ഡിസെൻഡിങ് ഓർഡർ ഈസ് എ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് നമ്പേഴ്സ് ഫ്രം ലാർജസ്റ്റ് വാല്യൂ ടു സ്മാളസ്റ്റ് വാല്യൂ. നേരെ ഓപ്പോസിറ്റ്, അസെൻഡിങ് ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് എങ്ങനെ എഴുതാം? ലാർജസ്റ്റ് വാല്യൂയിൽ നിന്ന് നമ്മൾ സ്മാളസ്റ്റ് വാല്യൂയിലേക്ക് പോകും. അതായത് വലിയ നമ്പറിൽ നിന്നും നമ്മൾ ചെറുതിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അസെൻഡിങ് ഓർഡർ നമ്മൾ പഠിച്ച നേരെ തിരിച്ചായിരുന്നു, ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറോ വലുതിൽ നിന്നും ചെറുതിലേക്കാണ് കേട്ടോ. അപ്പം ഡിസെൻഡിങ് ഓർഡറിനെ നമുക്ക് മറ്റൊരു പേര് ചേർത്ത് വിളിക്കുക. എന്താണ്? ഡിക്രീസിങ് ഓർഡർ. കണ്ടോ? വലിയ നമ്പറിൽ നിന്നും ചെറുതിലേക്കാണ്, താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിക്രീസിങ് ഓർഡർ എന്നും വിളിക്കും. അസെൻഡിങ് ഓർഡറിനെ നമ്മൾ എങ്ങനെ വിളിച്ചേ? ചെറുതിൽ നിന്നും വലുതിലേക്ക് പോയതുകൊണ്ട് അത് ഇൻക്രീസിങ് ഓർഡർ എന്ന് വിളിക്കുകയാണെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എങ്ങനെയാണ്? വലിയ നമ്പറിൽ നിന്നും നമ്മൾ ചെറുതിലേക്കല്ലേ പോവുക. അപ്പം നമ്മളതിനെ വിളിക്കുന്നത് എന്താണ്? ഡിക്രീസിങ് ഓർഡർ. അതേപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ നമ്മൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അസെൻഡിങ് ഓർഡറിന് നമ്മൾ എഴുതാൻ ഉപയോഗിച്ച സിമ്പിൾ ഏതാണ്? ലെസ് ദാൻ സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നോക്കിയേ. ഇതൊരു 1 ഡിജിറ്റ് നമ്പർ ചേർത്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നോക്കൂ, 8 7 6 5 4 3 2 and 1. കണ്ടില്ലേ? വലിയ നമ്പറിൽ നിന്ന്, കണ്ടോ, വലുതിൽ നിന്ന് ഏറ്റവും ചെറുതിലേക്കാണ് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ നമ്മൾ എളുപ്പം നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം പറയാവുന്ന എന്താ, നമ്മൾ സ്റ്റെയർ കേസ്, നമ്മൾ സ്റ്റെപ്പ് അല്ലേ, നമ്മൾ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. അതിനെ നമുക്ക് അസെൻഡിങ് ഓർഡറായിട്ട് കണക്കാക്കാം, ചെറുതിൽ നിന്നും വലുതിലേക്ക്. അതേപോലെ തന്നെ റിവേഴ്സ് നോക്കിക്കുക, നമ്മൾ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക, അല്ല താഴേക്ക് ഇറങ്ങുന്നതിന് നമുക്ക് ഡിസെൻഡിങ് ഓർഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് എഴുതി നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഏത് ഓർഡറിലാണ് എഴുതാൻ പോകുന്നത്? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ നമ്പറിൽ നിന്നും വലുതിലേക്ക് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, നമ്മളെപ്പോഴും നമ്പേഴ്സ് തരുമ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ 1 ഡിജിറ്റ് ഉണ്ടോ 2 ഡിജിറ്റ് ഉണ്ടോ അങ്ങനെ നമ്മൾ നോക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കമ്പാരിസൺ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്പേഴ്സിനെ കമ്പാരിസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സ് 1 ഡിജിറ്റും 2 ഡിജിറ്റും ആണെങ്കിൽ 1 ഡിജിറ്റ് നമ്പറാണ് 2 ഡിജിറ്റിനേക്കാൾ ചെറുത്. അതുപോലെ 2 ഡിജിറ്റ് നമ്പറാണ് 3 ഡിജിറ്റ് നമ്പറിനേക്കാൾ ചെറുത്. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലാസ് നമുക്ക് അസെൻഡിങ് ഓർഡറൊക്കെ എഴുതാനായിട്ട് നമുക്ക് പ്രയോജനപ്രദമായ ഒരു ക്ലാസ്സാണ്. അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നോക്കിയാൽ എല്ലാം എത്ര നമ്പറാണ്, എത്ര ഡിജിറ്റിലുള്ള നമ്പറാണ്? 2 ഡിജിറ്റിൽ വരുന്ന നമ്പേഴ്സാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 23, 12, 56, 90 ആൻഡ് 44 ഇത്രയും നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് എല്ലാം 2 അക്ക സംഖ്യകളാണ്, അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പേഴ്സാണ് അല്ലേ. അപ്പം നമ്മൾ അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ചെറിയ നമ്പറിനെ നമ്മൾ ആദ്യം കണ്ടെത്തി എഴുതി ചേർക്കണം. ഓക്കെ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഏതാണ്. ഏറ്റവും ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഏതാണ്? നോക്കൂ, നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ നമ്പറായിട്ട് നമ്മൾ കാണുന്ന ആരെയാണ്? 12നെയാണ് അല്ലേ. അപ്പം നമ്മൾ ആദ്യം എഴുതി കൊടുക്കേണ്ട നമ്പർ ഏതാണ്? ഒരു സെക്കൻഡ്. അപ്പം നമ്മൾ ഏറ്റവും ചെറിയ നമ്പറിനെ കണ്ടുപിടിച്ചു. നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ, ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പറാണ് എല്ലാം, പക്ഷേ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 12 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതി കൊടുക്കുന്ന നമ്പർ ഏതാണ്? 12 എഴുതണം. കണ്ടോ, ഫസ്റ്റ് നമ്പർ ഏതാണ്? 12. ഇനി നമ്മൾ നോക്കിയാൽ നമ്മൾ 12 എന്ന നമ്പറിനെ നമ്മൾ ആദ്യം എടുത്തെഴുതിയില്ലേ. അപ്പോൾ ഇനി നമ്മൾ 12 എന്ന നമ്പറിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി വരുന്ന 4 നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കണം. ബാക്കി വരുന്ന 4 നമ്പേഴ്സിലെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും ചെറുതായിട്ട് വരുന്ന ഏതാണ്? 23 ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഏത് നമ്പർ എടുത്തെഴുതണം? 23 എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ 23 നമ്മളിവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ 2 നമ്പർ എഴുതി കഴിഞ്ഞ് 12ഉം 23. ഇനി ബാക്കി വരുന്ന 3 ഡിജിറ്റ് നോക്കിയേ, 56, 90, 44. അതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ 44 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പം നമുക്ക് മൂന്നാമത് 44 എഴുതി. ഓക്കെ, ഇനി ആകെ 2 ഡിജിറ്റാണുള്ളത്, ഒന്ന് 56ഉം ഒന്ന് 90. അപ്പം നമുക്കറിയാം അതിലെ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 56 ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്പറായ 90 നമുക്ക് എടുത്തെഴുതാം. കണ്ടോ, അപ്പം ആദ്യത്തേനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു അല്ലേ. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ എപ്പോഴും എല്ലാം 2 ഡിജിറ്റ് തന്നെയാണോ, എല്ലാം 3 ഡിജിറ്റ് ആണോ, അങ്ങനെ നമ്മൾ നോക്കണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ആദ്യം ഏറ്റവും ചെറുതിനെ കണ്ടുപിടിക്കുക. ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 12 ആയിരുന്നു. രണ്ടാമത്തെ നമ്മൾ എടുത്തെഴുതിയത് 23. പിന്നെ നമ്മൾ എടുത്തെഴുതിയതോ 44 ആണ്. ദെൻ 56 ആൻഡ് 90. കണ്ടോ, ഇവിടെ നോക്കിയാൽ തന്നെ നമ്മൾ നമ്പേഴ്സിനൊക്കെ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുക. ഓക്കെ,
നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര ഡിജിറ്റുള്ള നമ്പറാണ്. 3 ഡിജിറ്റ് നമ്പേഴ്സാണ് എല്ലാം തന്നിരിക്കുന്നത്. എത്ര ഡിജിറ്റാണ്? 3 ഡിജിറ്റ് നമ്പേഴ്സാണ്. അപ്പം അതിൽ നമ്മൾ ഏറ്റവും ചെറിയ നമ്പറിനെ ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്ത് 1ൽ തുടങ്ങുന്ന ഒരു നമ്പർ ഇവിടെ ഉണ്ട്. ഏതാണ്? 125 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തെഴുതേണ്ട നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് 125 എന്ന് പറയുന്ന നമ്പറാണ്. നമ്മൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള 4 നമ്പേഴ്സിനെ നമ്മൾ നോക്കാം. നോക്കിക്കേ, 342, 675, 390 ആൻഡ് 422. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? നമുക്ക് നിസ്സംശയം തന്നെ പറയാം. ഏതാണ്? 342. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് വരും. നമ്മൾ നോക്കിയേ, ഈ 300ൽ തുടങ്ങുന്ന 2 നമ്പേഴ്സ് ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 342ഉം 390. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. രണ്ടും 300ൽ തുടങ്ങുന്ന ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം ഏത് എഴുതാം എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ കമ്പാരിസൺ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചവർക്ക് നമുക്ക് വേഗം മനസ്സിലാകും. ഇവിടെ നമ്മൾ ഒരേ ഡിജിറ്റിലാണ്, കണ്ടോ? അപ്പോൾ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. അപ്പോൾ 2 ഭാഗവും ഒരേപോലെയാണ്. 2 ഡിജിറ്റിൻ്റെയും ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് ഒന്ന് തന്നെയല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടുത്ത നമ്പറിനെ നമ്മൾ നോക്കണം. അടുത്ത നമ്പർ ഇവിടെ എത്രയാണ്? 4 ആണ്. ഇവിടെ 9 ആണ്. 4 ആണോ ചെറുത്? 9 ആണോ ചെറുത്? 4 അല്ലേ ചെറുത്? അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ഇനി നമ്മൾ എഴുതേണ്ട നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 342. കണ്ടോ? അപ്പോൾ 342 ആണ്. അതിനുശേഷം നമ്മൾ 300ൽ തുടങ്ങുന്ന ഏത് നമ്പർ എഴുതണം? 390 എടുത്തെഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആകെ 2 നമ്പേഴ്സേ ഉള്ളൂ, 675ഉം 422. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം 422 ആണ് ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും ചെറിയ നമ്പർ. 422. ഇനി നമുക്ക് വേറെ നോക്കാനൊന്നുമില്ല. ലാസ്റ്റ് നമ്പർ ഏതാണ്? 675 എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു നമ്പറും കൂടെ നോക്കാം. ഇത് നോക്കിക്കേ, മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 3 ഡിജിറ്റ് നമ്പേഴ്സും ഉണ്ട്. പിന്നെയോ ദേ ഇവിടെ 32 എന്ന് പറയുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ 2 ഡിജിറ്റിൻ്റെ ഒരു നമ്പറാണുള്ളത് കേട്ടോ. ബാക്കി എല്ലാ നമ്പേഴ്സും നോക്കിയാൽ എല്ലാം 3 ഡിജിറ്റിൻ്റെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പറിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം എടുത്തെഴുതേണ്ട നമ്പർ ഏതാണ്? ആദ്യം നമ്മൾ എടുത്തെഴുതേണ്ട നമ്പർ ഏതാണ്? 32 എന്ന് പറയുന്ന നമ്പറാണ് നമ്മളിവിടെ ആദ്യം എടുത്തെഴുതേണ്ടത്. ഏറ്റവും ചെറിയ നമ്പർ. നമ്മൾ അസെൻഡിങ് ഓർഡറാണ് പഠിക്കുന്നത്. ഓക്കെ, ചെറിയ നമ്പറിൽ നിന്ന് നമ്മൾ വലുതിലേക്ക് പോകണം. അപ്പോൾ ഏറ്റവും തന്നിട്ടുള്ളതിലെ 2 ഡിജിറ്റ് നമ്പർ മാത്രമാണ് 32. ഒരു 2 ഡിജിറ്റ് ആണല്ലേ? ബാക്കി എല്ലാം നോക്കിക്കേ, എല്ലാം 3 ഡിജിറ്റ് ആണ്. അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റ് നമ്പറിനേക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ ആദ്യം 32 ആണ് ഇവിടെ സെലക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ നോക്കിയേ, 200ൽ തുടങ്ങുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 210, 217 ആൻഡ് 278. 3 നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പം നോക്കിയേ, ഇതിൻ്റെ എല്ലാം ലെഫ്റ്റ് മോസ്റ്റ് കാണുന്ന നമ്പർ ഏതാ? 2 ആണ്. ദേ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. പിന്നെ നോക്കിയേ, ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലും 1 ആണ്, ഇവിടെയും രണ്ടാമത്തെ പൊസിഷനിൽ 1 ആണ്, ഇവിടെ 7 ആണ്. അപ്പം നമുക്കറിയാം 278 വലിയ നമ്പറാണ് അല്ലേ? അപ്പം നമുക്ക് 210ഉം 217ഉം തമ്മിൽ ആദ്യം കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ രണ്ടിൻ്റെ ഫസ്റ്റ് പ്ലേസ് സെയിം അല്ലേ? ഇവിടെയും 21 എന്നാണ്, ഇവിടെയും 21 ആണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ നമ്പറിലേക്ക് പോകണം. ഇവിടെ എന്താണ്? 0 ആണ് അല്ലേ? ഇവിടെയോ 7 ആണ്. അപ്പം 0 ആണോ ചെറുത്? 7 ആണോ ചെറുത്? 0 അല്ലേ? അപ്പം നമ്മൾ അടുത്ത് സെലക്ട് ചെയ്ത് എഴുതേണ്ട നമ്പർ എത്രയാണ്? 210. ഇനി നമ്മൾ ഏത് നമ്പർ എഴുതണം? 217 എഴുതാം. 217. ഇനി നമുക്ക് നോക്കിയേ, 200ൽ തന്നെ ഇനി അടുത്ത നമ്പർ ഏതാണ്? 278. ഇനിയിപ്പോൾ നമ്മൾ ഏതെടുത്തെഴുതണം? 278 എഴുതി.
ഇനി ലാസ്റ്റ് നോക്കിയേ, ആകെ ഒരു നമ്പറാണ് ഏത്? 610. 610 കണ്ടോ? അപ്പം നമുക്ക് തരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരേ നമ്പറിൽ തന്നെ അല്ലെങ്കിൽ 2 പ്ലേസൊക്കെ ഒരേപോലെയുള്ള നമ്പേഴ്സ് കാണും. അപ്പം നമ്മളതിൻ്റെ നെക്സ്റ്റ് ഡിജിറ്റ് നോക്കി ചെറുതേത് വലുതേത് നമ്മൾ നോക്കിയിട്ട് വേണം എഴുതാൻ. കണ്ടോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ 2 ഡിജിറ്റ് നമ്പറൊക്കെ വരുവാണെങ്കിലും 3 ഡിജിറ്റൊക്കെ വരുവാണെങ്കിലും മിക്സ് ചെയ്ത് തരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് ഡിജിറ്റ് കുറഞ്ഞതായിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ അത് നമ്മൾ ആദ്യം എടുത്തെഴുതി. പിന്നെ കണ്ടല്ലോ 200ൽ തുടങ്ങുന്ന 3 നമ്പേഴ്സാണ്. 2 എണ്ണം അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് 2 പ്ലേസും ഒരേപോലെ ആയതുകൊണ്ട് അതിൻ്റെ 3rd പ്ലേസാണ് നമ്മൾ നോക്കി അതിനെ കമ്പാരിസൺ ചെയ്തത്. പിന്നെ അതിൻ്റെ തന്നെ 200ൽ തുടങ്ങുന്ന 78 ആയതുകൊണ്ട് അത് അതിലും വലുത് നമ്പറാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ വരെ നമ്മൾ 3 ഡിജിറ്റ് നമ്പരും 2 ഡിജിറ്റ് നമ്പരും അല്ലേ ചെയ്തത്. ഇവിടെ നോക്കിയേ ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ കമ്പാരിസൺ നോക്കാം. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും നോക്കിയേ. ഇത് 200ൽ തുടങ്ങുന്നതുകൊണ്ട് 100ൽ 2000ൽ 1000ൽ 4000 3000 ഈ റേഞ്ചിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പം നോക്കിയാൽ നമുക്ക് നോർമലി അറിയാം എന്തേ, 1000ൽ തുടങ്ങിയ ഒരു നമ്പറുണ്ട്, 1918. അപ്പം നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? 1918 ആണ്. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ദേ 2418. അപ്പോൾ നമ്മൾ രണ്ടാമത് ഏത് എഴുതണം? 2418. തേർഡ് നമ്പർ നോക്കിയേ, ദേ 3ൽ തുടങ്ങുന്ന നമ്പറുണ്ട് കണ്ടോ, 3913. വിച്ച് ഈസ് ദ ലാസ്റ്റ് നമ്പർ? ദേ 4ൽ തുടങ്ങുന്ന അല്ലെ 4000ൽ തുടങ്ങുന്ന നമ്പറാണ്, 4136. കണ്ടോ? അപ്പോൾ നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ, 1 2 3 4. അതായത് ചെറിയ നമ്പറിൽ നിന്നും വലുതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്പേഴ്സിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുക? അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഇനി നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ നേരെ റിവേഴ്സാണ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകണം. നമ്മൾ അസെൻഡിങ് ഓർഡർ എഴുതിയപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് ആരെയാണ്? കുഞ്ഞു നമ്പറുകൾ, ഏറ്റവും ചെറിയ നമ്പറിനെയാണ് കണ്ടുപിടിച്ച്. ഡിസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ നമ്പറിനെ നോക്കി കണ്ടുപിടിച്ച് നമ്മൾ എഴുതി വെക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നോക്കിയേ, എല്ലാം 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ നോക്കൂ. അപ്പോൾ നോക്കിയേ, ഇതിൽ നമ്മൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പം ആദ്യം കണ്ടുപിടിക്കേണ്ട ഏതിനെയാണ്? ഏറ്റവും വലിയ നമ്പർ, തന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ നമ്പർ നമ്മൾ നോക്കാം. ദേ ഇത് 1 2, ഇത് 4ൽ ഇത് 1ൽ തുടങ്ങുന്ന 2 നമ്പേഴ്സ് ഉണ്ട്, ദെൻ 7ൽ തുടങ്ങുന്ന നമ്പറാണ്. അപ്പം നമുക്കറിയാമല്ലോ ഇതിൽ ഏത് നമ്പറായിരിക്കും ആദ്യം എഴുതേണ്ടത്? 78. കാരണം 78 ആണ് ഈ തന്നിട്ടുള്ള 2 ഡിജിറ്റ് നമ്പറിൽ വെച്ചിട്ട് ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഏത് നമ്പർ എടുത്തെഴുതാം? 78 എഴുതി. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ഇനിയും തന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ നമ്പർ നോക്കണം. നോക്കൂ, ബാക്കി 4 നമ്പേഴ്സിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് 10 23 46 17. അപ്പോൾ അടുത്ത ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 46 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ 10 23 17. ഈ 3 നമ്പറിൽ ഏറ്റവും വലുത് ഏതാണ്? 23 ആണ്. ഓക്കെ, 23 ആണ്. ഇനി നോക്കിയേ, കണ്ടോ ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് 1ൽ തുടങ്ങുന്ന 2 നമ്പറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെറുതല്ല കണ്ടെത്തി എഴുതേണ്ടത് ഏതാണ്? 2ലും വലുത്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് ഇവിടെയും 1 ഇവിടെയും 1 ആണ്. അപ്പോൾ നമുക്ക് തന്നെ നെക്സ്റ്റ് പ്ലേസ് നോക്കിക്കേ, 0 and 7. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാ? 7 അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതേണ്ട നമ്പർ ഏതാണ്? 17 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ ഇവിടെ ആരാ നിൽക്കുന്നത്? 10. കണ്ടോ, ഇനി നമ്മൾ അടുത്ത് എഴുതേണ്ട ആരെയാണ്? 10 അല്ലേ. അപ്പം നോക്കിയാൽ ഇവിടുത്തെ പ്രത്യേകത കണ്ടോ, നമ്മൾ വലിയ നമ്പറിൽ നിന്നും എങ്ങോട്ടേക്ക് വന്നു? ഏറ്റവും ചെറിയ നമ്പറിലേക്ക് എത്തി. അപ്പം ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറിലേക്ക് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അവരോഹണ ക്രമം എന്ന് പറയുക.
ഇത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ നോക്കിയേ, ഇവിടെ 3 ഡിജിറ്റ് നമ്പറുണ്ട്. ഇതെല്ലാം 3 ഡിജിറ്റ് നമ്പറാണ്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് വന്നേക്കുന്ന നമ്പർ നോക്കിയേ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറാണ് ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ. അപ്പോൾ നമുക്കിവിടെ ചെറുതല്ലല്ലോ എഴുതേണ്ടത്, നമുക്ക് ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് തന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പറിനെ തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നോക്കിയേ, നമുക്ക് ഈ 57 അങ്ങോട്ട് മാറ്റി വെക്കാം. കാരണം 57 എന്ന് പറയുന്നത് എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 57 മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ നോക്കിയത് ഇത് 5ൽ തുടങ്ങുന്നുണ്ട്. 9ലെ 1 5 കണ്ടോ. അപ്പം ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 9ൽ തുടങ്ങുന്ന 960 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പം നമ്മൾ ആദ്യം ഏത് നമ്പർ എഴുതണം? 960. എന്തുകൊണ്ടാണ് ഈ 960 ആദ്യം എഴുതിയത്? ഡിസെൻഡിങ് ഓർഡർ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, ഇനി നമുക്ക് തന്നിട്ടുള്ള നമ്പറിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 500ൽ തുടങ്ങുന്നതാണ്. ഇവിടെ 543 ആണ്, ഇവിടെ 532 ആണ്. നമുക്ക് വലിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് രണ്ടും 5 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകാൻ നോക്കൂ. ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ ഏതാ? 3 ആണോ 4 ആണോ വലുത്? 4 അല്ലേ. അപ്പം നമ്മൾ അടുത്തത് എഴുതുന്ന നമ്പർ ഏതാ? 543. ഇനി ഏതെഴുതാം? 500ൽ തന്നെ തുടങ്ങുന്ന 532 എന്ന നമ്പർ എഴുതാം. അപ്പോൾ നമ്മൾ 3 നമ്പർ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയേ, ഇനി അടുത്ത 3 ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും വലുത് ഏതാ? 134. ഇനി നമുക്ക് നോക്കിയേ, ഏറ്റവും ചെറിയ നമ്പർ ആരാ? ഇവിടുത്തെ 57 കണ്ടോ. നോക്കിയേ, അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കിയേ, വലിയ നമ്പറിൽ തുടങ്ങി കണ്ടോ ചെറുതിലേക്ക് വന്ന് ഏറ്റവും ചെറിയ നമ്പറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസെൻഡിങ് ഓർഡർ. വലിയ നമ്പറിൽ നിന്ന് നമ്മൾ എവിടെ വന്നു? ഏറ്റവും ചെറിയ നമ്പറിലേക്ക് വന്നു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ, ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് എഴുതാം. അപ്പം ഇവിടെ നോക്കിയേ, 80, 43, 18, 69 ആൻഡ് 85 ഇത്രയും നമ്പേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തരാം, ഇത് 8ൽ തുടങ്ങുന്ന 2 നമ്പറുണ്ട്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് രണ്ടും 8 ആണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്പർ നോക്കണം. ഇവിടെ 0, ഇവിടെ 5. ഇതിലേതാണ്? 0 ആണോ വലുത്? 5 ആണോ വലുത്? 5 അല്ലേ. സോ നമുക്ക് ആദ്യത്തെ ഏറ്റവും വലിയ നമ്പറായിട്ട് ആരെ കണ്ടെത്തി എഴുതാം? 85 ആണ്. കണ്ടോ. രണ്ടാമത് നമുക്ക് ആരെ സെലക്ട് ചെയ്യാം? 80യെ സെലക്ട് ചെയ്യാം. കണ്ടോ. അപ്പോൾ ആ 2 നമ്പറും കഴിഞ്ഞു. ഇനി തന്നിട്ടുള്ള നമ്പർ നോക്കിയാൽ 43, 18 ആൻഡ് 69. ഇതിലെ ഏറ്റവും വലിയ നമ്പർ ആരാ? 4, 1, 6. ഇത് 3ലെ ഏറ്റവും വലുത് ഏതാണ്? 6ൽ തുടങ്ങുന്ന 69 ആണ്. അപ്പോൾ നമുക്ക് അടുത്തത് 69 എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ, 2 നമ്പേഴ്സേ ഉള്ളൂ, 43 ആൻഡ് 18. അപ്പോൾ നോക്കിയേ, ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4ൽ തുടങ്ങുന്ന 43 എന്ന നമ്പറാണ്. ഇനി ലാസ്റ്റ് നമ്പർ ഏതാ? 18. ഓക്കെ, കണ്ടോ. അപ്പം നോക്കിയേ, നമ്മൾ വലിയ നമ്പറിൽ നിന്ന് ചെറുതിലേക്കല്ലേ വന്ന് നോക്കിയേ, 85, ദെൻ 80, 69, 43, 18. കണ്ടോ, വലിയ നമ്പറിൽ നമ്മൾ ചെറുതിലേക്ക് അറേഞ്ച് ചെയ്തു. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസെൻഡിങ് ഓർഡർ. ഇത് ഒരു 4 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. 8278, 4891, 7193 ആൻഡ് 8625. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾക്ക് ഏറ്റവും വലിയ നമ്പറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ 8ൽ തുടങ്ങുന്ന 2 നമ്പറുണ്ട്. അതേ കണ്ടോ, ഇവിടെ 8ലാണ് തുടങ്ങിയിരിക്കുന്നത്, ഇവിടെ 8ലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ലെഫ്റ്റ് മോസ്റ്റ് പ്ലേസ് രണ്ടും എങ്ങനെയാ? സെയിം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പറിലോട്ട് പോകണം. ദേ നോക്കൂ, ഇവിടെ 2 ആണ്, ഇവിടെ 6 ആണ്. 6 ആണോ 2 ആണോ വലുത്? 6 അല്ലേ വലുത്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ട നമ്പർ ഏതാണ്? 8625. കണ്ടോ. അപ്പം വീണ്ടും 8000 തുടങ്ങുന്ന അടുത്ത നമ്പർ ഏതാണ്? 8278.
അപ്പോൾ ആ 2 നമ്പർ നമ്മൾ എഴുതി. ഇനി നമുക്ക് 2 4 ഡിജിറ്റ് നമ്പറാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 4000 തുടങ്ങുന്ന നമ്പർ, 7000 തുടങ്ങുന്ന നമ്പർ. 4 ആണോ 7 ആണോ വലുത്? 7 അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തത് ഏത് നമ്പർ എഴുതണം? 7193. ഓക്കെ. ഇനി ലാസ്റ്റ് നമ്പർ ഏതാ? 4000 തുടങ്ങുന്ന നമ്പറാണ്. വേറെ നമ്പേഴ്സ് അവിടെ ഇല്ല. ഓക്കെ, 4891. നോക്കൂ, ഇവിടെ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് നോക്കൂ. വലിയ നമ്പറിൽ തുടങ്ങി, കണ്ടോ, ചെറുതിലേക്ക് വന്ന് ഏറ്റവും തന്നിട്ടുള്ളതിലെ ഏറ്റവും ചെറിയ നമ്പറായിരിക്കും നമ്മൾ ലാസ്റ്റിൽ എഴുതുന്നത്. അപ്പം ഇതാണ് ഡിസെൻഡിങ് ഓർഡർ. അപ്പം നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുക. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ചിങ് നമ്പേഴ്സ് ഫ്രം സ്മാളസ്റ്റ് ടു ബിഗസ്റ്റ്. ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക. അതിൻ്റെ മറ്റൊരു പേരാണ് ഇൻക്രീസിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൻ്റെ നേരെ റിവേഴ്സ് ആണ്. എന്താണ്? അറേഞ്ചിങ് ദ നമ്പേഴ്സ് ഫ്രം ബിഗസ്റ്റ് ടു സ്മാളസ്റ്റ്. വലുതിൽ നിന്ന് നമ്മൾ ചെറുതിലേക്ക് എഴുതണം. അതുകൊണ്ട് ഡിസെൻഡിങ് ഓർഡറിനെ നമ്മൾ വേറൊരു പേര് പറയും. എന്താണ്? ഡിക്രീസിങ് ഓർഡർ എന്ന് പറയും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ ഒന്ന് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് തനിച്ച് എഴുതി നോക്കുക മക്കൾ. കുട്ടികൾ അങ്ങനെ ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതിയിട്ട് നിങ്ങൾ തനിച്ച് ഈ ആൻസർ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇത് നോക്കി കറക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി പഠിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ് പൂർണ്ണമായും അല്ലെങ്കിൽ ക്ലാസ്സുകൾ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിലെ അടുത്തൊരു ടോപ്പിക്കുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.